ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പിലേക്ക് സ്വാഗതം. കുട്ടികളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, അറിയുന്നില്ലെങ്കിൽ അറിയിക്കുന്നു. ഒരു ദിവസം മുന്നേ നടന്ന PSC യോഗ തീരുമാനത്തിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളെ നോട്ടിഫിക്കേഷൻസ് വന്ന് PSC നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഉടനെ തന്നെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുകയാണ് നമ്മൾ. നമുക്കറിയാം, ഫിഷറീസ് അസിസ്റ്റന്റ്, അത് കഴിഞ്ഞ് ഫിഷറീസ് ഓഫീസർ, അത് കഴിഞ്ഞ് പ്രൊജക്ട് ഓഫീസർ, ഇപ്പോൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. 2020 അവസാനമായിട്ട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നത്. 2021 പരീക്ഷ നടന്നു. 2022 നവംബറിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2025 നവംബറിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ 2024 ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരേണ്ടത്, പക്ഷേ വന്നില്ല, ഡിലേ ആയി. ഇപ്പോൾ 6 വർഷത്തിന് ശേഷം 2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏകദേശം അതേ സിലബസ് തന്നെ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ വലിയ മാറ്റങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ആ ഫ്ലോയിൽ തന്നെ പഠിച്ചെടുക്കാവുന്ന ഒരു പരീക്ഷയാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അപ്പോൾ നമുക്കറിയാമല്ലോ, കുറേ പേര് ഫിഷറീസ് ഓഫീസർ വിചാരിച്ചത്ര പോലെ പഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. പലരും പ്രൊജക്ട് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പഠനം തുടങ്ങാൻ റെഡി ആയിക്കോളൂ. കുട്ടികൾ, ആ ഒറ്റ ഫ്ലോയിൽ പോയാൽ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്ത് അകത്ത് കയറാൻ പറ്റും. ഇതല്ല, നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് എങ്കിൽ ഇനി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഫ്രം സ്ക്രാച്ച് നിങ്ങൾ തുടങ്ങേണ്ടി വരും, സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് നോട്ടിഫിക്കേഷൻസ് വരുന്ന വിവരം നിങ്ങളൊന്ന് ഞാൻ അറിയിക്കുകയാണ്. നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല, അതിൻ്റെ യോഗ തീരുമാനം വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്താണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ യോഗ തീരുമാനത്തിൽ പറയുന്നത് നോക്കൂ. 2026 ജൂൺ 8 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ്. പ്രസിദ്ധീകരണത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ. ഇവിടെ നോക്കിയേ, 4ാമത്തെ പോർഷനിൽ നോക്കിയേ, ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. നോക്കൂ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2020 അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. 6 വർഷത്തിന് ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ കുറേ പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. കഴിഞ്ഞ ഫിഷറീസ് ഓഫീസർ ആ ലീഗൽ ഇഷ്യൂവിൻ്റെ പേരിൽ പഠിക്കാതെ ഉഴപ്പിയ ആൾക്കാരുണ്ട്. പഠിച്ചവരൊക്കെ ഉടനെ തന്നെ ലിസ്റ്റിൽ വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായ നെഗറ്റിവിറ്റികളുടെ പുറകെ പോകാതെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആത്യന്തികമായിട്ട് ജോലിയാണ് വേണ്ടത്. അതിന് യു ഹാവ് ടു കീപ്പ് ഓൺ ട്രൈയിങ്. ഇനി ഈ പരീക്ഷയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് ഫിഷറീസ് ഓഫീസറിനെ പോലെ നിങ്ങൾക്ക് വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വേക്കൻസി ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ഏകദേശം അതിൻ്റെ ഒരു പകുതിയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ഫിഷറീസ് ഓഫീസറുടെ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70+ അഡ്വൈസ് പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം നവംബറിൽ തീർന്നു. അവിടെ ടോട്ടൽ എടുത്തിരിക്കുന്നത് 46 പേർക്കാണ് അഡ്വൈസ് പോയേക്കുന്നത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ പോയേക്കുന്നത് 37 പേർക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? 37ാമത്തെ റാങ്കുകാരന് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ എന്ത് പോയിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്, ജോലിയിൽ കയറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലാതെ റിസർവേഷനും കൂടെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും 46 പേർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എത്ര പേരുടെ ലിസ്റ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 110 പേരായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നത് കേട്ടോ. 110. ഇത് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 28/2020 ആയിരുന്നു. ഓക്കെ, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 110 പേരുണ്ടായിരുന്നു. അതിലെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 66.33 ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 43 മാർക്കുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിച്ച് മീൻസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 43 ആണ്. 43 മാർക്ക് വാങ്ങിയ അതല്ലെങ്കിൽ അതിന് മുകളിൽ വാങ്ങിയ ആൾക്കാർ ലിസ്റ്റിലുണ്ട്. ഓക്കെ, അതിൽ 46 പേർക്ക് ടോട്ടൽ അഡ്വൈസ് കിട്ടി. ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ 37 പേരെ വരെ 37ാമത്തെ റാങ്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്?
ആ OC ടേൺ അനുസരിച്ച് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്ത് ഫിഷറീസ് ഓഫീസറിനാണെങ്കിൽ 70+ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 46 ഉള്ളൂ. സോ പകുതിയേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ. ഇപ്പം നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി പകുതി എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഫിഷറീസ് ഓഫീസറിന്റെ പകുതി, ഏറെക്കുറെ പകുതി വേക്കൻസി ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഉടനെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിഷറീസ് ഓഫീസർ പഠിച്ച് ആ മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതേ ഫ്ലോയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിഷറീസ് എക്സ്റ്റൻഷൻ എഴുതാൻ പറ്റും. ഫിഷറീസ് ഓഫീസറിൽ വരുന്ന പലരും ഫിഷറീസ് എക്സ്റ്റൻഷൻ്റെ റാങ്ക് ലിസ്റ്റിലും വരും. അപ്പോൾ ഫിഷറീസ് ഓഫീസറിൽ നിന്നും കുറേ പേര് ഫിഷറീസ് എക്സ്റ്റൻഷനിലേക്ക് ചിലപ്പോൾ പോകാം. അങ്ങനെ വരുമ്പോൾ ഫിഷറീസ് ഓഫീസറിൽ കുറച്ച് താഴെ കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ജോലി കിട്ടും. ഓക്കെ, ഇപ്പം അങ്ങനെ ഈ പറഞ്ഞ രണ്ട് റാങ്ക് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ പ്രൊജക്ട് ഓഫീസറിൻ്റെ പരീക്ഷ ഓഗസ്റ്റിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒറ്റ ഫ്ലോയിൽ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകളൊക്കെ എഴുതി പോയാലുള്ളൊരു ഗുണം ഏതിലെങ്കിലും വരും. ഓക്കെ, നിങ്ങൾ പഠിത്തത്തിൽ വെള്ളം ചേർക്കുന്നില്ല എങ്കിൽ ഏതിലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കും. നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സിലബസ് ഒക്കെ ഏറെക്കുറെ ഫിഷറീസ് ഓഫീസറുമായിട്ട് സമാനമായിട്ടുള്ള സിലബസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയണം. ഇതുവരെ 36 വയസ്സായിരുന്നല്ലോ. അപ്പോൾ ഇനി തൊട്ടുള്ള നോട്ടിഫിക്കേഷൻസിലെല്ലാം 40 വയസ്സ് വരെ ആയിരിക്കും. ഓക്കെ, 40 വയസ്സ് വരെ ആയിരിക്കും. ഏജ് ഓവർ ആണെന്ന് വിചാരിച്ചിരുന്ന പലർക്കും ഇതൊരു ശുഭ സൂചനയാണ് എന്നുള്ളത് ആലോചിക്കുക. 40 വയസ്സ് വരെ ആയിരിക്കും ഇനി അതിൻ്റെ ഏജ് ലിമിറ്റ്. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ, അതായത് 2020 വന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് BSc ഫിഷറീസോ അല്ലെങ്കിൽ MSc ഫിഷറീസ് പ്ലസ് സുവോളജി അങ്ങനെയുള്ള കുറേ കാറ്റഗറിയാണ്. സുവോളജിക്കാർക്ക് അത് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിനെതിരെ കുറേ പേര് പരാതിയൊക്കെ കൊടുത്തു. അവസാനം നമ്മുടെ ഇപ്പോൾ ഈ ഫിഷറീസ് ഓഫീസർ വന്ന സമയത്ത് ഫിഷറീസ് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് BSc ഫിഷറീസ്, BSc സുവോളജി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിലും ചിലപ്പോൾ BSc സുവോളജി, BSc ഫിഷറീസ് അല്ലെങ്കിൽ MSc സുവോളജി, MSc ഫിഷറീസ് എന്ന രീതിയിലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇത്തവണയും അത് ഫിഷറീസ് ഓഫീസർ പോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആകുന്നുണ്ടോ പിള്ളേരെ? ഞാൻ പറയുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിജയികളും പരാജിതരും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, പരാജിതർ കൺമുന്നിലെ അവസരങ്ങൾ കാണാതെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും എല്ലാത്തിനെയും നെഗറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ സമീപിക്കുകയും ചെയ്യും. വിജയികളോ തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ അവസരങ്ങളെയും വിജയത്തിൻ്റെ ചവിട്ടുപടികളായി മാറ്റാൻ ശ്രമിക്കുന്നു. ഇതാണ് ഒരു വിജയിയും ഒരു പരാജിതനും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. അല്ലാതെ കഴിവിൽ അസാധ്യ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളടുത്ത് പറയാം. ഇത് പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ ലിസ്റ്റിലെ ലീഗൽ ഇഷ്യൂവിനെ കുറിച്ച് പറയും. അതുകൊണ്ട് ഇനി ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയും. ഫിഷറീസ് ഓഫീസർ തൊട്ട് ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. അത് കേട്ട് അന്ന് അവിടെ പഠിക്കാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ബാച്ചിൽ ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം ലിസ്റ്റിൽ വരാൻ നിൽക്കുന്നവരാണ്. അന്ന് അതിൽ വീണു പോയിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ലിസ്റ്റിൽ പോലും എത്താൻ സാധിക്കില്ല. ഇനിയും ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിച്ചു എങ്കിൽ നമുക്കതിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള അവസരങ്ങൾ ഇനി എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ പ്രൊജക്ട് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ പലരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു. എനിക്കും വ്യക്തിപരമായിട്ട് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് ഞാൻ ബെഡ് റെസ്റ്റിലായതുകൊണ്ടാണ് പ്രൊജക്ട് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കാൻ എനിക്ക് സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ പലരും അത് അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഈ യോഗ തീരുമാനം വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ അടച്ചു വെച്ച പുസ്തകമൊക്കെ തുറന്ന് പഠിക്കാൻ ആരംഭിച്ചോളൂ. നമ്മുടെ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു പുതിയ ബാച്ച് ജൂലൈയിൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെ യാതൊരു രീതിയിലും നിങ്ങൾ ഡൗൺ ആയി പോകേണ്ട കാര്യമില്ല. പഠിത്തം കണ്ടിന്യൂ ചെയ്യുക.
ഈ ഒരു ഫ്ലോയിൽ പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സർവീസ് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങളുടെ പഠനമായിട്ട് മുന്നോട്ട് പോകൂ. ബാക്കി കാര്യങ്ങളും മറ്റു വീഡിയോസുമായിട്ട് ഉടനെ ഞാൻ അടുത്ത സെഷനിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.